പല എപ്പിസോഡിൻ്റെ കമൻ്റ് എടുത്ത് നോക്കുമ്പോഴും തുടക്കത്തിൽ ഞാൻ റിപ്പീറ്റഡായിട്ട് വായിച്ച കുറേ കമൻറ്റുകളുണ്ട്. അതായത് അഭിലാഷേട്ടൻ അലിയൻസിൽ വന്ന് കയറുമ്പം ഇഷ്ടപ്പെടാതിരുന്ന ഒരുപാട് ആളുകൾ അന്ന് തെറി വിളിച്ച ആളാണ് ഞാൻ കേട്ടോ, ഇന്ന് നിങ്ങളുടെ ഭയങ്കര സപ്പോർട്ടറാണ് എന്ന് പറഞ്ഞാൽ കുറേ കമൻറ്റുണ്ട് ഞങ്ങളുടെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് കയറി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം അതിലേക്കൊരു മാറ്റം ഉണ്ടല്ലോ, അതായത് തുടക്കത്തിൽ നമുക്ക് ആ ഒരു ഗ്രിപ്പ് കിട്ടാതെ അതെന്തായിരുന്നു ട്രിക്ക്? അത് തീർച്ചയായിട്ടും അലിയൻസിന്റെ ക്രൂ, അലിയൻസിന്റെ ഡയറക്ടർ, എനിക്ക് വേണ്ടി കഥ എഴുതിയ എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാർ അവർ തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പറന്ന് കളിക്കാനൊരു സ്വാതന്ത്ര്യം അവിടെ തന്നു. എനിക്കൊപ്പം അവരുടെ ഗിവ് ആൻഡ് ടേക്കിനൊപ്പം എനിക്ക് കൂടാൻ പറ്റി. അവർ നല്ല രീതിയിൽ ആർട്ടിസ്റ്റുകൾ ഓരോരുത്തരായാലും, മഞ്ജു പത്രോസ് ആയാലും, റിയാസ് ഖാൻ, നിഷേട്ടൻ, മണീഷ് ഷൊർണൂർ, പിന്നെ സൗമ്യ, സേതുലക്ഷ്മി അമ്മ, കുട്ടികൾ എല്ലാവരും എനിക്ക് അവരുടെ കൂട്ടത്തിലൊരാളായിട്ട് എന്നെ പെട്ടെന്ന് ഉൾക്കൊണ്ടു. എനിക്ക് വേണ്ടി കഥകളുണ്ടായി, അതിലൊന്നും അവർക്കൊരു പരാതികളുണ്ടായില്ല. പിന്നെ എൻ്റെ അടുത്ത് എത്രത്തോളം ഇളകി ചെയ്യാമോ അങ്ങനെ ചെയ്യാനാണ് ഡയറക്ടർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യങ്ങൾ അതൊക്കെ തന്നെയാണ് ഒരുപക്ഷെ റൊണാൾഡിനെ എത്ര ആൾക്കാർ ഇഷ്ടപ്പെട്ടത്. ആ ഒരു എന്നെ നിലനിൽപ്പും ആ ഒരു കുടുംബസ്ഥനാകാനോ അല്ലെങ്കിൽ ആ ഒരു അംഗമാവാനോ കുറച്ച് ഒരുങ്ങാൻ സമയം എടുത്തെന്ന് പറഞ്ഞാൽ ഈ സ്കിറ്റുകളിലൂടെ ഞാൻ കുറേ പല മോഡിഫിക്കേഷനുള്ള ക്യാരക്ടറുകളും ചെയ്തിട്ടുണ്ട്. അപ്പം രാജേഷ് ഇതേപോലെ ഞാൻ സുഹാസിനിയിൽ ചെയ്യുമ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അതുപോലെ പിന്നെ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. അപ്പം മുൻപ് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞമ്മച്ചിയുടെ ഒരു മകനെന്നും പറഞ്ഞിട്ട്, ജെറാൾഡിൻ്റെ അനിയൻ റൊണാൾഡ്. അപ്പോൾ ഒരു തല്ലിപ്പൊളി ഉടായ്പ്. പിന്നെ എൻ്റെ ശരീരത്തിൽ ആയതിനു ശേഷമാണ് തീറ്റ പണ്ടാരോടെ ആയത്. അങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്. അതെ, ആ ക്യാരക്ടറുണ്ട്. അതിനെ എങ്ങനെ വ്യത്യസ്തമാക്കാം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇതേപോലെ മുടിയൊക്കെ സൈഡിലേക്ക് ചീപ്പി ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഹെയർ സ്റ്റൈലാണ്. പിന്നെ ഒരു 1.5 മബു അടിച്ച് അങ്ങനെയാണ് ശരിക്കും റൊണാൾഡോ. അപ്പോൾ അത് ചെയ്തപ്പോഴത്തേനും ഒക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് എപ്പിസോഡുകൾ മാത്രമാണ് എന്നോട് പറഞ്ഞത്, കുറച്ച് ദിവസം പോവും എന്ന് പറഞ്ഞു. പക്ഷേ അത് എനിക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഭാഗ്യം, അദ്ദേഹം തന്നൊരു അവസരം, അവർ കാണിക്കുന്ന സ്നേഹം, പിന്നെ അലിയൻസിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആദ്യമേ വെറുപ്പോടെയാണെങ്കിൽ പിന്നെ 2 കൈ നീട്ടി സ്വീകരിച്ചു. അതാണ് ഇപ്പോൾ 1000 എപ്പിസോഡിൻ്റെ ഭാഗമായി ഇപ്പോഴിങ്ങനെ നിൽക്കാൻ പറ്റിയത്. അത് പറയുമെങ്കിൽ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് കിട്ടാവുന്നത് ഇതിനപ്പുറം വേറെ ഒന്നും ഇല്ലെന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള കമൻറ്റുകൾ വായിക്കാറുണ്ടോ? ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ വന്നു, അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് നല്ല രീതിയിൽ റീച്ചായി, അപ്പോൾ അതിൻ്റെയൊക്കെ താഴെ പോയി കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ടോ? ഞങ്ങൾ ഒരുമിച്ചാണ് അലിയൻസ് കാണുന്നത്. അപ്പോൾ കാണുമ്പോൾ മൊബൈലിലാണ് കാണുമ്പോഴത്തേന് ഞാൻ ഷൂട്ട് ഡെയിലി പോയിട്ട് വന്നതിന് ശേഷമാണ് എല്ലാ എപ്പിസോഡുകളും കാണുന്നത്. അപ്പം ഞാൻ എഴുതിയ എപ്പിസോഡ് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ എപ്പിസോഡ് കാണുമ്പോൾ കമൻറ്റ് വായിക്കും. ഞാൻ കമൻറ്റ് വായിക്കാറുണ്ട്, നല്ലതും എല്ലാം മോശമായിട്ടുള്ള അല്ല, കാരണം നമുക്ക് തിരിച്ചറിവാകണ്ടേ. അപ്പം കമൻറ്റ് വായിക്കുമ്പോഴത്തേന് മൊത്തം വായിച്ചു. അതിനകത്ത് ഇതേപോലെ ഇതെന്ത് കാണിക്കും, ഇയാളുടെ ആർത്തിക്ക് ഒരു കുറവില്ല എന്നൊക്കെ പോയി പുള്ളി മാറ്റെന്ന് പറയും. എന്താ പറയും. പക്ഷെ നല്ല സപ്പോർട്ടാണ്. പിന്നെ പലരും മെസ്സഞ്ചറിലൂടെയൊക്കെ വന്നിട്ട് ഇൻസ്റ്റയിലൂടെയൊക്കെ നമ്പർ മേടിച്ച് വിളിക്കാറുണ്ട്, വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. ഞാനത് എന്നെ എത്രത്തോളം ആൾക്കാർ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലായത് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഏത് മരണങ്ങളും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യാറാണല്ലോ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഞാനങ്ങനെ പോസ്റ്റ് ചെയ്തു. അലിയൻസിൻ്റെ ലോകത്തുള്ള സകലമാന ആൾക്കാർ, ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സഞ്ചറിലൂടെയൊക്കെ മെസ്സേജ്, ഇൻസ്റ്റയിലൂടെ ഒക്കെ കുറച്ചൊരു നമ്പർ കളക്ട് ചെയ്ത് വിളിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി അവരെന്നോട് കാണിക്കുന്ന ഒരു സ്നേഹം എന്താണെന്ന്. അത് സത്യം പറഞ്ഞാൽ ഞാൻ വീണ്ടും പ്രിയപ്പെട്ടവരോട് എൻ്റെ താങ്ക്സ് പറയാം.